തിരക്കേറിയ ഈ ജീവിതത്തിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ പലപ്പോഴും വീട്ടമ്മമാർക്ക് സാധിക്കാറില്ല. ഒരുപക്ഷെ ഫിറ്റ്നസ് സെൻ്ററുകളിൽ പോകാനുള്ള മടിയാണ് വീട്ടമ്മമാരെ ഇത്തരത്തിലേക്ക് പിന്തിരിപ്പിക്കാനുള്ളൊരു കാരണം. ഇതിനൊരു പരിധിവരെ പരിഹാരം ഉണ്ടാകുകയാണ് പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ വനിതാ ഫിറ്റ്നസ് സെൻറ്റർ. വനിതകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഫിറ്റ്നസ് സെൻ്ററാണ് ഈ പുന്നപ്ര തെക്ക് പഞ്ചായത്ത്, ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ ഫിറ്റ്നസ് സെൻ്റർ ഒരുങ്ങിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള വനിതകളാണ് ദിനം പ്രതി ഇവിടെ എത്തി തങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും വനിതകൾ ഈ രംഗത്തേക്ക് കടന്നു വരേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഇവിടുത്തെ ഫിസിക്കൽ ട്രെയിനർ കൂടിയായിട്ടുള്ള അമ്പിളി ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കുവെക്കുകയാണ്. ചേച്ചി, എന്താണ് ഈ ഒരു രംഗത്തേക്ക് വനിതകൾ എത്തേണ്ട ഒരു ആവശ്യകത? അല്ലെങ്കിൽ അവർ പല ഘട്ടങ്ങളിലും പുറകോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കൂടുതൽ വനിതകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത? എന്താ? അതായത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് സ്ത്രീകളെ സംബന്ധിച്ച് ഡെലിവറി, പ്രത്യേകിച്ച് ഒരു ഡെലിവറിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് കാൽസ്യക്കുറവ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഹെൽത്ത് പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാകാറുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു പരിധി വരെ 30 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാൽസ്യക്കുറവ്. അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കണ്ടെത്താൻ കഴിയുന്നത് അവർക്കുണ്ടാകുന്ന ജോയിൻറ്റ് പെയിൻ. 30 വയസ്സ്, പണ്ട് കാലങ്ങളിൽ ഒരു 50 വയസ്സ് മുകളിലാണ് ജോയിൻറ്റ് പെയിൻ, സന്ധിവേദന എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 30 വയസ്സ് കഴിയുമ്പോൾ മുതൽ സ്ത്രീകൾക്ക് തുടങ്ങും. അപ്പം ഏറ്റവും കൂടുതൽ അതിനൊക്കെ ഒരു പരിധി വരെ സന്ധി വേദന മുതൽ ബാക്കിയുള്ള ഒരുപാട് മസിൽസ് പെയിൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പരിധിവരെ തടയാനായിട്ട് നമുക്ക് ഈ വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. അത് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ്. അപ്പം ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അസ്ഥിയുടെ ബലം കുറയുക. അപ്പോൾ പെട്ടെന്നൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് തെന്നി വീഴുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴോ അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് സംഭവിക്കാം. അസ്ഥി ക്ഷയിക്കുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്യും, മസിലിൻ്റെ ബലം കുറയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നതിനുള്ള പ്രധാന ഒരു പ്രയോജനം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ബോൺ ഡെൻസിറ്റി കൂടും, അസ്ഥിയുടെ സാന്ദ്രത വളരെ കൂടും, അതിനോടൊപ്പം തന്നെ മസിലിൻ്റെ സ്ട്രെങ്ത് കൂടും. അപ്പം ഈ വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന ഒരു പരിക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അതുപോലെ ഇത് മാത്രമല്ല വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് ഇപ്പോഴത്തെ വനിതകൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യമാണ് PCOD അല്ലെങ്കിൽ PCOS. ഇതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാം. ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഷുഗർ, പ്രഷർ, PCOS, ഹോർമോണൽ ഇംബാലൻസ് എന്നൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു 30 വേണ്ട 18 വയസ്സ് മുതലുള്ള സ്ത്രീകളിൽ ഇത് കണ്ടു തുടങ്ങാറുണ്ട്. പെൺകുട്ടികളിൽ വരെ ഇത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത് വഴി നമുക്ക് ഇതൊക്കെ തടയാനല്ല, ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാം. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തീർച്ചയായും ഒരു മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അതിൻ്റെ കൂടെ ഈ വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗവും കൂടി ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും, സ്ത്രീകൾക്ക് എല്ലാവർക്കും ഞാൻ പൊതുവെ പറയുകയാണ്, എല്ലാവർക്കും നമുക്ക് ഈ ഒരു വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് നമുക്ക് ഇതിനൊരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം എവിടെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പം സന്ധിവേദന അല്ലെന്നുണ്ടെങ്കിൽ മസിൽ പെയിൻ, ഇങ്ങനെ നമ്മളൊരു ഡോക്ടറെ അടുത്തൊരു കൺസൾട്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഡോക്ടർമാർ കൂടുതൽ ഇപ്പം ഏകദേശം ഒരു 50% ഡോക്ടർമാർ ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് വെയ്റ്റ് ട്രെയിനിങ് കൂടുതൽ വേണം, സ്ത്രീകൾ എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഏകദേശം നമ്മളുടെ നാട്ടുമ്പുറമാണെങ്കിൽ പോലും എല്ലാ സ്ത്രീകളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. ഇവിടെ ഇപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ 18 വയസ്സ് മുതലുള്ള പെൺകുട്ടികൾ മുതൽ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ വരെ വന്ന് ഇവിടെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പം അവർക്ക് അവരുടെ ഏജിനനുസരിച്ചുള്ള വർക്കൗട്ടുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ പലർക്കും ഇഞ്ചുറി പറ്റിയിട്ടുള്ള പീപ്പിൾസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വെയ്റ്റ് ട്രെയിനിങ് ഉൾപ്പെടെ റിഹാൻസ് എന്ന് പറയുന്നൊരു മേഖലയുണ്ട് ഫിറ്റ്നസ്സിൽ. അതും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മളിവിടെ വർക്കൗട്ട് കൊടുക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ലോവർ ബാക്ക് പെയിൻ, നടുവിന് വേദന. ഒരു പ്രസവം കഴിയുമ്പോൾ തന്നെ സ്ത്രീകളുടെ കൂട്ടത്തിൽ അത് ഉണ്ടാകും. അപ്പം അതിന് നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ട്രെച്ചിങ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ, ഫിറ്റ്നസ് എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. അപ്പം അതിൽ പല രീതിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. സ്ത്രീകളെന്ന് പറയുമ്പം ഇതിൽ തന്നെ ഒരു 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ പോപ്പുലേഷനാണ്. അവരെ നമ്മൾ വളരെ കരുതലോടുകൂടി ചെയ്യിക്കണം. അതുപോലെ 50 വയസ്സിന് മുകളിലുള്ളത്, അത് ആണായാലും പെണ്ണായാലും സ്പെഷ്യൽ പോപ്പുലേഷൻ കാറ്റഗറിയിലാണ് ഇവർ ഉൾപ്പെടുന്നത്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്, പക്ഷേ അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്.
അങ്ങനെ ചെയ്യുന്നത് വഴി പലർക്കും ഇന്ന് ജോയിൻറ്റ് പെയിൻ അല്ലെന്നുണ്ടെങ്കിൽ മസിൽ പെയിൻ എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഹോർമോൺ ഇംബാലൻസ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഇപ്പം ഏറ്റവും കൂടുതൽ ഗൈനക്കോളജി ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. PCOSന് ചെല്ലുന്നവർക്ക് അവർ പറയുന്നത് ഡയറ്റ് എടുക്കുക, അതുപോലെ തന്നെ മരുന്ന് കഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് വെയ്റ്റ് ട്രെയിനിങ് എന്ന് വെച്ചാൽ. വെയ്റ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതിനെയൊന്നും ക്യൂറബിൾ അല്ല. PCOS എന്ന് പറയുന്നത് ഒരിക്കലും ക്യൂറബിൾ അല്ല. നമുക്കൊരു കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എൻഡോമെട്രിയോസിസ് അങ്ങനെയുള്ള ഒരുപാട് ഇത് നമ്മുടെ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്കൊരു റിലീഫ് കണ്ടെത്താനായിട്ട് ഈ വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് സാധിക്കും. വീട്ടമ്മമാർക്കായിട്ട് കൊടുക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ ഇതുമായിട്ട്? തീർച്ചയായിട്ടും ഉണ്ട്. വെയ്റ്റ് ട്രെയിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മസ്റ്റായിട്ടും, നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാം വേണം. നമ്മുടെ ഫാമിലി വേണം, നമുക്ക് ജോലി വേണം, എല്ലാം വേണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കണം വെയ്റ്റ് ട്രെയിനിങ്. തീർച്ചയായിട്ടും ഈ ഒരു പഞ്ചായത്ത്, പുന്നപ്പുറ തെക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു ലേഡീസ് ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങിയത് തീർച്ചയായിട്ടും വളരെ 100% വളരെ നല്ലൊരു കാര്യമാണ്. ഞാനതിനോട് യോജിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പല ജിമ്മുകളിലും മിക്സഡായിട്ടുള്ള ചില ജിമ്മുകളിൽ അവരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ പെങ്ങന്മാരെയൊക്കെ ഇവിടെ ചിലർക്കൊരു ബുദ്ധിമുട്ട് കാണും മിക്സഡ് ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ലേഡീസ് മാത്രമായതുകൊണ്ട് നമുക്ക് മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു 30 വയസ്സിനുള്ള എല്ലാ സ്ത്രീകളും, 30 വയസ്സ് മുതലുള്ള എല്ലാ സ്ത്രീകളും നിർബന്ധമായും അവരുടെ ലൈഫിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ട്രെയിനിങ്. ഇപ്പോൾ ലെഗിനൊക്കെ ഒരു ഇഞ്ചുറി വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 മാസം, ഒരു 4 മാസത്തെ, അതായത് നല്ല മൈൽഡായിട്ടുള്ള ട്രെയിനിങ് വഴി അവർക്ക് ഒരു പരിധി വരെ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കാറുണ്ട്. ഞാൻ കണ്ടുവരാം. ഞാനൊരു 5 വർഷം ഞാൻ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളുമായിട്ട് വരുന്ന പല രീതിയിലുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്ത് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ആ ഒരു റിസൾട്ട് നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും, വെയ്റ്റ് ട്രെയിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഒരു 50 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്കുണ്ടാകും മസിൽ ലോസ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകും. മസിൽ ലോസ് വരുന്നതോടുകൂടിയാണ് നമുക്ക് കൂടുതലായിട്ട് ജോയിൻറ്റ് പെയിൻ ഉണ്ടാകുന്നത്. ഈ ജോയിൻറ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നീർക്കെട്ടാകും, ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പം മസിൽ സ്ട്രെങ്ത് ആക്കുന്നത് വഴി നമുക്ക് ബോണിൻ്റെ ഡെൻസിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ പോയി ബോൺ ഡെൻസിറ്റി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന സ്ത്രീകളെ അപേക്ഷിച്ച് വർക്കൗട്ട് ചെയ്യാത്ത സ്ത്രീകൾക്ക് അസ്ഥിസാന്ദ്രത വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർ എവിടെയെങ്കിലും ഒന്ന് തെന്നി വീഴുവോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, അസ്ഥി പെട്ടെന്ന് ഒടിയും, അല്ലെങ്കിൽ അവിടെ പൊട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്നത് വളരെ, അതായത് 100%, 100 അല്ല 110% എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാനൊരു ഇഞ്ചുറി പറ്റിയ ഒരാളായിരുന്നു. ഞാൻ തുറന്ന് പറയുകയാണ്. പക്ഷേ എൻ്റെ ആ ഒരു ലെഗിൻ്റെ ഇഞ്ചുറി എന്ന് പറയുന്നത് ഞാൻ വെയ്റ്റ് ട്രെയിനിങ് ചെയ്താണ് ഞാൻ മാറ്റിയത്. ഒരു വർഷക്കാലത്തോളം തുടർച്ചയായിട്ട് മൈൽഡായിട്ട് ചെയ്ത് എൻ്റെ ലെഗ് സ്ട്രെങ്ത് ആക്കിയതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ഇതിൽ നിന്നും റിലീഫ് ആയത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് എല്ലാവരോടും എനിക്കൊരു അനുഭവം വന്നപ്പോഴാണ് ഞാൻ എത്രത്തോളം, നമ്മൾ പറയുകയല്ല, നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും 30 വയസ്സിന് മുകളിലോട്ട്, എസ്പെഷ്യലി ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ളവർ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വെയ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ. വീട്ടമ്മമാർ മടിച്ചു നിൽക്കാതെ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് ഫിസിക്കൽ ട്രെയിനർ കൂടിയായ അമ്പിളിയും നമ്മളോട് പങ്കുവെക്കുന്നത്. അതൊരു പാഠമായി ഉൾക്കൊണ്ട് വീട്ടമ്മമാർ രംഗത്തേക്ക് കൂടുതലായി കടന്നു വരും എന്ന പ്രതീക്ഷയാണ് നമ്മളും പങ്കുവെക്കാനുള്ളത്. ആർ ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.